വെക്ക്. ഇങ്ങനെ ട്രേ നമ്മൾ നിറച്ച് കഴിഞ്ഞു. ഹായ്, ഞാൻ സഫീർ. ഇത് നമ്മുടെ സ്വന്തം എൻ്റെ യാത്രകൾ. ഇന്ന് നമ്മുടെ വീഡിയോ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. എന്നത്തെയും പോലെ ട്രാവലിംഗ് വീഡിയോ അല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് കൃഷി രീതിയൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. തണ്ണിമത്തൻ കൃഷിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് വത്തക്ക എന്ന് പറയാൽ. അപ്പോൾ ഇവന് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കാനുള്ള പ്ലാനാണ്. മുമ്പ് പയർ വിത്ത് അതേപോലത്തെ വിത്തുകളൊക്കെ വളർത്തിയിട്ടുണ്ട് അവന്. അപ്പോൾ ആ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ 1-2 സ്ഥലത്തൊക്കെ നോക്കിയിട്ടുള്ളൊരു പരിചയം വെച്ച് മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓർഗാനിക് ബസാർ എന്നുള്ള സൈറ്റിൽ നിന്നാണ് വിത്തുകൾ ഓർഡർ ചെയ്തത്. നമ്മുടെ അടുത്ത് 4 ഐറ്റം വിത്തുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. യെല്ലോ സീഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിത്ത് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അത് നമ്മൾ ട്രേകളിൽ ചകിരിച്ചോറും കമ്പോസ്റ്റും മിക്സ് ആക്കിയിട്ട് നടക്കാൻ പോവുകയാണ്. വാരിട്. അങ്ങനെ ട്രേ നമ്മൾ നിറച്ച് കഴിഞ്ഞു. നമ്മൾ ഈ ഗ്യാപ്പിട്ട് നിറച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഏത് വിത്തുകളാണ് നട്ടത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരടയാളത്തിന് വേണ്ടിയിട്ടതാണ്. ഓരോ ഇതിലും വിത്തുകൾ വെച്ച് കൊടുക്കുക കേട്ടോ. നിറച്ചതിന് ശേഷം ചെറുതായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ഇതിനെക്കുറിച്ച് ശരിയായ രീതി അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തി തരണേ. നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെ 12 വിത്തുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ വിത്തിൻ്റെ ഈ കൂർത്ത ഭാഗമല്ലേ, ക്ലിയർ കാരണമല്ല, ഈ കൂർത്ത ഭാഗം അടിഭാഗത്തേക്ക് ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. കൂർത്ത ഭാഗം അടിഭാഗത്തേക്ക് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. വെക്ക്. വെക്ക്, വെള്ളം വെക്ക്. ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കൂർത്ത ഭാഗം താഴേക്കാക്കി കേട്ടോ. വെക്ക്.
നമുക്കിത് ഇൻ്റർനെറ്റിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരണം. ശരിക്കും പറഞ്ഞാൽ വത്തക്ക കൃഷിയിൽ യാതൊരു മുൻപരിചയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ജസ്റ്റ് ഒന്ന് നട്ട് നോക്കുക, ഉണ്ടാവുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും വെക്കേഷൻ ടൈമാണ്, ജസ്റ്റ് അവർക്കൊരു നേരം പോക്കും ആവും. അപ്പോൾ നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഗ്രഷൻ എന്താണെന്ന് അറിയുള്ളൂ. 3 മുതൽ 4 ദിവസം പിടിക്കാറുണ്ട് വിത്ത് മുളയ്ക്കാൻ. വിത്ത് മുളച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതിനി നമുക്ക് വെയിലൊന്നും തട്ടാതെ ഈർപ്പം പോവാതെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊഴിഞ്ഞിട്ട് എടുത്ത് വെക്കണം. ഇനി 3 ദിവസത്തിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ 3 ദിവസത്തിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം.